നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ഭൂസംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. നിയന്ത്രണം വിട്ട ബസ് ഓട്ടോയിലിടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. അപകടം കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ. ഭൂരഹിതരുടെ അവകാശ സംരക്ഷണം. കാസർഗോഡ് KSKTU മാർച്ച്. മകൾ ഉപേക്ഷിച്ചു പോയ വൃദ്ധമാതാവിനെ ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തു. മകൾക്കെതിരെ കേസ്. ആഘോഷ വിപണി ലക്ഷ്യമിട്ട് കരിഞ്ചന്ത വ്യാപകം. പരിശോധന ശക്തമാക്കാൻ നിർദ്ദേശം. മഞ്ചേശ്വരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഉച്ചഭക്ഷണത്തിനെതിരെ വ്യാപക പരാതി. അന്വേഷണം വേണമെന്ന് ആവശ്യം. കസ്തൂരിക്കിനി മലയാളം പഠിക്കാം. പാഠപുസ്തകവുമായി SFI പ്രവർത്തകർ. വിശദമായ വാർത്തകളിലേക്ക്. അനധികൃത ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്ത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ഭൂസംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെയും ഇടതുപക്ഷ കാപട്യത്തിനെതിരെയും യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂസംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കലക്ട്രേറ്റ് പടിക്കലാണ് സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി സതീശൻ പാച്ചേരി ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സമീപകാലത്ത് ഒരു ഭൂമി കയ്യേറ്റത്തിന്റെ വലിയ ഒരു ചിത്രം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. 2003 തങ്ങളുടെ പിന്മുറക്കാർക്ക് ലഭിച്ചിട്ടുള്ള പട്ടയം അടിസ്ഥാനത്തുള്ള ഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാസർഗോഡ് കോട്ടയുടെ ഏറ്റവും മുഖ്യ ഭാഗമായിട്ടുള്ള 5 ഏക്കർ 41 സെന്റ് സ്ഥലം CPM-ന്റെ ജില്ലാ നേതാവും ബാങ്ക് പ്രസിഡന്റുമായിട്ടുള്ള പ്രസാദും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളും മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളും ചേർന്നുകൊണ്ട് അവർ കൈക്കലാക്കിയിട്ടുള്ളത് എന്ന് നമുക്കെല്ലാം ഇവിടെ ആരുടെ നേതൃത്വത്തിലാണ് എന്നുള്ളതല്ല പ്രശ്നം. ആരുടെ നേതൃത്വത്തിലായാലും ഈ ഭൂമി കയ്യേറ്റം അനുവദിക്കില്ല എന്നും ഈ ഭൂമി കയ്യേറ്റത്തിന് നേതൃത്വം കൊടുത്തവരെയും അതിന് ഒത്താശ ചെയ്തു കൊടുത്തവരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് മാത്രമേ നമുക്ക് വിശ്രമിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ കർമ്മഭടന്മാർ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. സാജിദ് മൗവൽ അധ്യക്ഷനായി. ഹക്കീം കുന്നിൽ, വിനോദ് കുമാർ പള്ളിയിൽ വീട്, ശ്രീജിത്ത് മടക്കാൽ, ഫിറോസ് അണങ്കൂർ എന്നിവർ സംസാരിച്ചു. നിയന്ത്രണം വിട്ട ബസ് ഓട്ടോറിക്ഷയിലിടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. ബുധനാഴ്ച ഉച്ചയോടെ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലായിരുന്നു അപകടം. കാസർഗോഡ് പഴയ സ്റ്റാൻഡിന് സമീപത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ഓട്ടോയിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ പൂർണ്ണമായും തകർന്നു. ഓട്ടോ ഡ്രൈവർ ഉടിയത്തടുക്കയിലെ അബ്ദുള്ളക്ക് പരിക്കേറ്റു. കാഞ്ഞങ്ങാട് നിന്ന് കാസർഗോഡേക്ക് വരികയായിരുന്ന ദേവിപ്രസാദ് ബസ്സാണ് നിയന്ത്രണം വിട്ട് ട്രാഫിക് സിഗ്നലിനടുത്ത് അപകടത്തിൽപ്പെട്ടത്. ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കയ്യൂരിലെ വിനോദിനും നിസാര പരിക്കേൽക്കുകയുണ്ടായി. ഗ്യാസ് ഉപയോഗിച്ചോടുന്ന ഓട്ടോയിൽ നിന്നും ഗ്യാസ് ചോർന്ന് യാത്രക്കാരെ പരിഭ്രാന്തരാക്കി. ഫയർഫോഴ്സ് എത്തിയാണ് വൻ ദുരന്തത്തിൽ നിന്നും യാത്രക്കാരെയും പരിസരവാസികളെയും രക്ഷപ്പെടുത്തിയത്. മകൾ ഉപേക്ഷിച്ചു പോയ വൃദ്ധമാതാവിനെ ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തു. മകൾക്കെതിരെ പോലീസ് കേസെടുത്തു. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ ചികിത്സക്കായി കൊണ്ടുവന്ന മാതാവിനെ ഉപേക്ഷിച്ച സംഭവത്തിലാണ് ഹോസ്ദുർഗ് പോലീസ് മകൾക്കും ബന്ധുക്കൾക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. ചിത്താരിയിലെ ഫാത്തിമയെയാണ് കഴിഞ്ഞ ദിവസം മൻസൂർ ഹോസ്പിറ്റലിൽ മകൾ ഫൗസിയയും ഭർത്തൃ സഹോദരൻ ചികിത്സക്കായി എത്തിച്ചത്. വ്യാജ മേൽവിലാസം നൽകി പിന്നീട് മുങ്ങുകയായിരുന്നു അവർ. ഇതേ തുടർന്ന് ആശുപത്രി അധികൃതർ പോലീസിൽ പരാതി നൽകുകയും പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. വിദഗ്ധ ചികിത്സക്കായി ഫാത്തിമയെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവയുടെ സംരക്ഷണം ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വനിതാ കമ്മീഷൻ അദാലത്ത് കാസർഗോഡ് നടന്നു. 23 പരാതികൾക്ക് തീർപ്പായി. സംസ്ഥാന വനിതാ കമ്മീഷൻ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ അദാലത്ത് നടത്തി. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബിന റഷീദിന്റെ അധ്യക്ഷതയിൽ നടന്ന അദാലത്തിൽ 61 പരാതികൾ പരിഗണിച്ചു. ഇതിൽ 23 പരാതികൾ തീർപ്പാക്കി. 14 പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടി. അവശേഷിക്കുന്ന പരാതികൾ അടുത്ത സിറ്റിംഗിൽ വീണ്ടും പരിഗണിക്കും. തീർപ്പാക്കിയ പരാതികളിലധികവും കുടുംബ പ്രശ്നങ്ങളായിരുന്നു. വിവാഹമോചിതയായ യുവതിക്ക് മുൻ ഭർത്താവ് 3 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ അദാലത്ത് തീരുമാനമായി. നഷ്ടപരിഹാര തുക ഒക്ടോബർ 30-നകം വനിതാ സെൽ മുഖേന നൽകും. അയൽവാസികളുമായുള്ള പ്രശ്നങ്ങൾ മൂലം സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന
പള്ളത്തുങ്കൽ സ്വദേശികളായ 12 അംഗ കുടുംബത്തിന് സ്വന്തം വീട്ടിലേക്ക് കയറുന്നതിന് വനിതാ കമ്മീഷൻ സൗകര്യമൊരുക്കി. ഈ കുടുംബത്തിന് പോലീസ് സംരക്ഷണം നൽകും. ആഘോഷ വിപണി ലക്ഷ്യമിട്ട് കരിഞ്ചന്ത വ്യാപകം, പരിശോധന ശക്തമാക്കാൻ നിർദ്ദേശം. പൊതുവിതരണ ഉദ്യോഗസ്ഥരുടെ യോഗത്തിലായിരുന്നു ഈ തീരുമാനം. റംസാൻ, ഓണം എന്നിവയ്ക്ക് മുന്നോടിയായി ജില്ലയിലെ കരിഞ്ചന്ത, പൂത്തിവെപ്പ് എന്നിവ കണ്ടെത്തുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് പരിശോധന കർശനമാക്കുന്നു. കളക്ടറേറ്റിൽ ചേർന്ന ജില്ലയിലെ പൊതുവിതരണ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസർ എം വിജയൻ അറിയിച്ചതാണിത്. അനുവദിച്ച റേഷൻ സാധനങ്ങൾ മുഴുവൻ നൽകാത്ത റേഷൻ കടക്കാർക്കെതിരെ മുന്നറിയിപ്പ് കൂടാതെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പൊതുവിതരണ സമ്പ്രദായം സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള ഈ സംരംഭത്തിൽ മുഴുവൻ ആളുകളുടെയും റേഷൻ കട നടത്തിപ്പുകാരുടെയും സഹകരണം ആവശ്യമാണെന്നും ജില്ലാ സപ്ലൈ ഓഫീസർ പറഞ്ഞു. മഞ്ചേശ്വരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഉച്ചഭക്ഷണത്തിനെതിരെ വ്യാപകമായ പരാതി, അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന ഉച്ചഭക്ഷണത്തിൽ വ്യാപകമായ അഴിമതി നടക്കുന്നതായി പരാതി. ജില്ലയിലും പല സ്കൂളിലും സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിലല്ല ഉച്ചഭക്ഷണം നൽകി വരുന്നത്. ഓരോ വിദ്യാർത്ഥിക്കും ആഴ്ചയിൽ 2 ദിവസം പാല്, 1 ദിവസം മുട്ട, ഇറച്ചി എന്നിവ വിതരണം ചെയ്യണമെന്നാണ് നിബന്ധന. എന്നാൽ പല സ്കൂളുകളിലും ഉച്ചക്കഞ്ഞി മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്നത്. 13 ഗ്രാം പ്രോട്ടീനും 450 കലോറി ഭക്ഷണവും നൽകണമെന്ന കണക്ക് നിലനിൽക്കെ തന്നെ പല സ്കൂളുകളും ഇതിൽ വെള്ളം ചേർക്കുകയാണ് ചെയ്യുന്നത്. ഭൂരഹിതരുടെ അവകാശ സംരക്ഷണം, KSKTU മാർച്ച് സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് പടിക്കലായിരുന്നു മാർച്ച്. ഭൂരഹിതർക്ക് ഭൂമി നൽകുക, ഭവനരഹിതരായവർക്ക് വീട് അനുവദിക്കുക, 2013 ഭൂസമരത്തിലുണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പിലാക്കുക, സർക്കാരിൻ്റെ കൈവശമുള്ള മിച്ചഭൂമി ഭൂരഹിതർക്ക് പതിച്ചു നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTUവിൻ്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. മാർച്ച് CPM ജില്ലാ സെക്രട്ടറി KP ശശിചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 2015 നമ്മൾ സംസാരിക്കുമ്പോൾ 3 സെന്റായി വെട്ടിച്ചുരുക്കലുണ്ട്. അത് കൊടുത്ത വഴിയാണ് കേട്ടോ, പൊതുവഴി. അത് കൊടുത്ത കൊട്ടപ്പാറ, അത് കൊടുത്ത ശ്മശാനം. അവിടെ വീട്ടരാവോ? അപ്പൊ നമ്മൾ പറയുന്നത് കേരളത്തിലെ ഭൂരഹിതർക്ക് വാസയോഗ്യമായ ഭൂമി കൊടുക്കണം. കുറച്ച് പ്ലാന്റേഷൻ ഗവൺമെന്റ് കൊടുക്കണം. അവിടെ കെട്ടിപ്പിടിച്ചിരിക്കൊന്നും വേണ്ട. കാസർഗോഡ് പോയാൽ നിങ്ങൾക്ക് അറിയോ, ഇങ്ങോട്ട് കയറിയ പെരിയ മുഴുവൻ പ്ലാന്റേഷൻ. എന്തിനാണ് നാടില്ല? പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമിയുണ്ട്. കുമ്പളാജയിലുണ്ട്, മുളിയാർ പഞ്ചായത്തിലുണ്ട്, എണ്ണകര പഞ്ചായത്തിലുണ്ട്. ഏക്കർ കണക്കിന് ഭൂമി ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമിയിൽ ഒരു ഭാഗം എന്തുകൊണ്ട് പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുത്തുകൂടാ എന്ന ചോദ്യമുണ്ട്. ഒരു 10 തന്നെ കൊടുക്കണം, അതിന് ഭൂമി ഉണ്ടാക്കണം. ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. K. കണ്ണൻ നായർ അധ്യക്ഷനായി. VK രാജൻ, KV കുഞ്ഞിരാമൻ, വെങ്ങാട്ട് കുഞ്ഞിരാമൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് KCN. വൃദ്ധമന്ദിരത്തിലെ അന്തേവാസികൾക്ക് റംസാൻ കിറ്റ് വിതരണം ചെയ്തു. പൊയ്നാച്ചി സെഞ്ചുറി ഡെന്റൽ കോളേജിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. പൊയ്നാച്ചി സെഞ്ചുറി ദന്തൽ കോളേജ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിന്റെയും സാമൂഹ്യ ദന്താരോഗ്യ വിഭാഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പരവനടുക്കം ഗവൺമെന്റ് വൃദ്ധമന്ദിരത്തിലെ അന്തേവാസികൾക്ക് റംസാൻ കിറ്റ് വിതരണവും സൗജന്യ ദന്തൽ ക്യാമ്പും സംഘടിപ്പിച്ചു. റംസാൻ കിറ്റ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുംതാസ് ഷുക്കൂർ നിർവഹിച്ചു. ഒരു ഭാഗത്തുനിന്ന് ഇവിടെ വന്ന ശരിക്കും എഴുന്നേൽക്കാൻ പറ്റാതെ വെറും ഒരു മനുഷ്യരൂപം എന്ന് തോന്നിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ, അവരുടെ മകൻ മാനസിക അസ്വാസ്ഥ്യം കാരണം വളരെയേറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അന്നത്തെ ഡെപ്യൂട്ടി DMO, വൃദ്ധമന്ദിര സൂപ്രണ്ടുമായിട്ടും എന്നെയൊക്കെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മോൻ പോലും അറിയാതെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ സഹറുള്ള, ഡോക്ടർ മുഹമ്മദ് മൂത്തേടത്ത്, KJ രാജ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ദന്തൽ കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഘം സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബ് ഹാളിലായിരുന്നു പരിപാടി. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുകയുണ്ടായി.
മാലിക് തിനാർ ഖത്തീഫ് അബ്ദുൽ മജീദ് ബാഖാവി റംസാൻ പ്രഭാഷണം നടത്തി. നോമ്പ് നോക്കുന്ന മുസൽമാൻ 14 മണിക്കൂറിലധികം പട്ടിണി കിടന്നു സൂര്യൻ അസ്തമിക്കാൻ കാത്തിരിക്കുമ്പോൾ പ്രവാചകന്റെ വചനം ജില്ലാ കലക്ടർ PS മുഹമ്മദ് സഗീർ സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MO വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരി എന്നിവർ ആശംസകൾ നേർന്നു. ഇനി പുണ്യം തേടി. വിശുദ്ധ റമസാൻ അവസാന പത്തിലേക്ക് മഞ്ചത്തിമാർ മൈലാഞ്ചി ഇടാനുള്ള ഒരുക്കത്തിലാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്നേഹ സൗഹാർദ്ദങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള ഉപാധി കൂടിയാണ് മൈലാഞ്ചി ഇടൽ. ചെറിയ പെരുന്നാളിനോട് അടുപ്പിച്ചാണ് മൈലാഞ്ചി അണിയിലെങ്കിലും പരമ്പരാഗത രീതിയിലാകുമ്പോൾ മൈലാഞ്ചി അണിയാൻ ദിവസങ്ങളുടെ അധ്വാനം ആവശ്യമുണ്ട്. മൈലാഞ്ചിക്കാലം ആഘോഷമാക്കാൻ ഇന്ന് വൈവിധ്യ നിറങ്ങളിലുള്ള മൈലാഞ്ചികൾ ബഹുവർണ്ണ പാക്കറ്റുകളിൽ വിപണിയിലെത്തുന്നുണ്ട്. ഇതോടെ മൈലാഞ്ചി ഒരുക്കം പെരുന്നാൾ ചടങ്ങുകളിൽ നിന്നും മെല്ലെ പടിയിറങ്ങി തുടങ്ങി. മൈലാഞ്ചി ചെടിയുടെ ഇലകളും മൂപ്പെത്താത്ത അടക്കയും ചേർത്ത് അരകല്ലിൽ അരച്ചാണ് മൈലാഞ്ചി ചാർത്ത് ഉണ്ടാക്കിയിരുന്നത്. അരച്ചെടുക്കുന്ന കുഴമ്പ് ഒരു ദിവസം സൂക്ഷിച്ച ശേഷമാണ് അണിഞ്ഞിരുന്നത്. പടന്നക്കാട് മൂവാരിക്കുന്നിലെ ഷഹീമ മൻസിൽ ഒത്തുചേർന്ന് മൈലാഞ്ചി അണിയുന്നതിലെ കൂട്ടായ്മ ഇന്നും നിലനിർത്തുന്നു. അറബിക് അധ്യാപിക ഷാഹനയുടെ നേതൃത്വത്തിലാണ് ഓരോ വർഷവും മൈലാഞ്ചി അണിയൽ സംഘടിപ്പിക്കുന്നത്. പുതിയ കുട്ടികളെ പരമ്പരാഗത രീതിയിലുള്ള മൈലാഞ്ചി ഒരുക്കം ശീലിപ്പിക്കുന്നതിലും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. കസ്തൂരിക്ക് ഇനി മലയാളം പഠിക്കാം. അമ്മ മലയാളത്തെ സ്നേഹിക്കാൻ മലയാളം പഠന വിഷയമാക്കിയ തമിഴ് കുടുംബത്തിന് പാഠപുസ്തകം അന്യമായപ്പോൾ സമാന്തര പാഠപുസ്തകവുമായി SFI പ്രവർത്തകരെത്തി. 8ാം ക്ലാസ്സിലെ പാഠപുസ്തകവുമായി ചെറുവത്തൂർ കണ്ണംകുളത്തെ കസ്തൂരിയുടെ വീട്ടിലാണ് SFI പ്രവർത്തകർ ഓടിയെത്തിയത്. തമിഴ്നാട് സ്വദേശിയായ ഇവർ 10 വർഷം മുമ്പാണ് ചെറുവത്തൂർ കണ്ണംകുളത്തെ ക്വാർട്ടേഴ്സിൽ താമസം തുടങ്ങിയത്. 5 മക്കളിൽ ഇളയവളായ കുട്ടമ്പത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി കസ്തൂരിയുടെ പഠന ചെലവ് കൂലിപ്പണിയെടുത്താണ് മുരുകൻ നിർവഹിക്കുന്നത്. എല്ലാ വർഷവും സൗജന്യമായി കിട്ടുന്ന പാഠപുസ്തകം വലിയ തുക ചെലവിട്ട് ഫോട്ടോ കോപ്പി എടുക്കേണ്ടി വന്നതോടെ നിത്യവൃത്തിക്ക് പ്രയാസപ്പെടുന്ന തങ്ങൾക്ക് താങ്ങാനാകുന്നില്ലെന്ന് മുരുകൻ പറയുന്നു. പുസ്തകം ഇതുവരെ കിട്ടാത്ത വളരെ വിഷമത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ 100-200 കൊടുത്തിട്ടാണ് ഫോട്ടോ കോപ്പി എടുത്തിട്ട് പഠിക്കേണ്ടത്. SFI വന്നതുകൊണ്ട് അവരെ കൊണ്ട് വളരെ ഉപകാരമായിരുന്നു. നമുക്ക് അറിവ് നേടാം, അധികാരികൾ തിരിച്ചറിവ് നേടട്ടെ എന്ന മുദ്രാവാക്യത്തോടെ പാഠപുസ്തക വിതരണം സ്വയം ഏറ്റെടുത്ത SFI പ്രവർത്തകർ കസ്തൂരിയുടെ പ്രയാസമറിഞ്ഞതോടെ വീട്ടിലെത്തി എല്ലാ വിഷയങ്ങളിലെയും പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ജില്ലയിൽ SFIയുടെ നേതൃത്വത്തിൽ 2500ഓളം പാഠപുസ്തകങ്ങളുടെ വിതരണമാണ് പുരോഗമിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ തുടങ്ങിവെച്ച പുസ്തക വിതരണം സംസ്ഥാനത്താകെ SFI വ്യാപിപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ജില്ലയിലെ മിക്ക സ്കൂളുകളിലും SFI പ്രവർത്തകർ പാഠപുസ്തകവുമായി എത്തി. കസ്തൂരിയുടെ വീട്ടിലെത്തി ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് പുസ്തകങ്ങൾ കൈമാറി. ഏരിയ സെക്രട്ടറി TP രജിൻ കൃഷ്ണ, ശ്രീജിത്ത് രവീന്ദ്രൻ, K അഭിരാം, MT സിദ്ധാർത്ഥൻ, രാഹുൽ രാജ് എന്നിവർ നേതൃത്വം നൽകി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി വീടുകളിലെത്തിയുള്ള പാഠപുസ്തക വിതരണം തുടരുമെന്നും SFI നേതാക്കൾ അറിയിച്ചു. പാഠപുസ്തക വിതരണം ഇനിയും പൂർത്തീകരിക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. ആഗസ്റ്റ് മാസം പ്രിന്റിങ്ങിന് കൊടുക്കേണ്ട പുസ്തകം വളരെ വൈകിയാണ് കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഇതിന്റെ ഭാഗമായി SFIയുടെ നേതൃത്വത്തിൽ നേരത്തെ സ്കൂളുകളിൽ പോയി വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം വിതരണം ചെയ്യുന്ന പ്രവർത്തനമായിരുന്നു ഏറ്റെടുത്തത്. വളരെ സാധാരണക്കാരായ നമ്മുടെ നാട്ടിൽ തമിഴ് വംശജരെല്ലാമായിട്ടുള്ള വളരെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ 100-200 രൂപ കൊടുത്ത് ഫോട്ടോ കോപ്പി എടുത്ത് പഠിക്കാൻ വേണ്ടി കഴിയാത്ത വലിയ പ്രയാസം നേരിടുകയാണ്. രക്ഷിതാക്കൾ ഉൾപ്പെടെ അത് പറയുകയാണ്. ഈ ഘട്ടത്തിൽ SFI വീടുകളിലെത്തി ഈ ഗവൺമെന്റിന് ചെയ്യാൻ വേണ്ടി കഴിയാത്ത പ്രവർത്തനം ഒരു സമാന്തര ഗവൺമെന്റിന്റെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് SFIയുടെ നേതൃത്വത്തിൽ വീടുകളിൽ പോയി നേരിട്ട് കുട്ടികൾക്ക് പാഠപുസ്തകം വിതരണം ചെയ്യുകയും വലിയ പ്രതിഷേധവും സമരവുമായി ഞങ്ങൾ ഈ പ്രവർത്തനത്തെ എല്ലാം മാറ്റുകയാണ്. വാർത്തകൾ ചുരുക്കത്തിൽ. വാറണ്ട് കേസ് പ്രതി അറസ്റ്റിൽ. നെക്രാജ് ബള്ളർമലയിലെ അബ്ദുൽ കരീമാണ് അറസ്റ്റിലായത്. ബോവിക്കനം ജമാഅത്ത് മുൻ പ്രസിഡന്റ് B അബ്ദുള്ള ഹാജി അന്തരിച്ചു. 58 വയസ്സായിരുന്നു. MES യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റി ഇഫ്താർ സംഘം സംഘടിപ്പിച്ചു. ആലമ്പാടി യത്തീംഖാനയിൽ നടന്ന പരിപാടി മുഹമ്മദ് മുബാറക് ഹാജ് ഉദ്ഘാടനം ചെയ്തു. അംഗനവാടി ജീവനക്കാരുടെ സമരം 10-ന് നടക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നത്. വനത്തിൽ സൂക്ഷിച്ച 600 ലിറ്റർ വാഷ് പിടികൂടി. ബദിയെടുക്ക ചാമക്കൊച്ചി വനത്തിൽ നിന്നാണ് വാഷ് പിടിച്ചത്.
നടുവടിക്കും യാത്രയ്ക്ക് പരിഹാരമേകാൻ BJP പ്രവർത്തകർ രംഗത്ത്. ഉദയംകുന്ന് റോഡിനാണ് BJP പ്രവർത്തകരുടെ ഇടപെടലിലൂടെ ശാപമോക്ഷമുണ്ടായത്. അവഗണനയുടെ കയ്പ് കുടിച്ച ഉദയംകുന്നുകാർ ഒടുവിൽ രംഗത്തിറങ്ങി. തകർന്ന റോഡിന് ശാപമോക്ഷമേകാൻ BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശ്രമദാനം നടത്തി. മാവുങ്കാലിലേക്കും കാഞ്ഞങ്ങാട്ടേക്കുമുള്ള റോഡ് തകർന്ന് വർഷങ്ങൾ പിന്നിടുമ്പോഴും നന്നാക്കാൻ തയ്യാറാകാത്ത പഞ്ചായത്ത് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് അവർ രംഗത്തിറങ്ങിയത്. അജാനൂർ പഞ്ചായത്ത് കടുത്ത അവഗണനയാണ് പ്രദേശത്തോട് കാട്ടുന്നതെന്ന് BJP നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്തിന്റെ അവഗണനയ്ക്ക് എതിരായിട്ടുള്ള പ്രതിഷേധവും പിന്നെ പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് വണ്ടി കൊണ്ടുപോകാനും നടന്നു പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കാറുള്ളതിനാണ് BJP ബൂത്ത് കമ്മിറ്റിയുടെ പേരിൽ ഈ പരിപാടികൾ സംഘടിപ്പിച്ചത്. പഞ്ചായത്തിന് നിരന്തരമായ നിവേദനങ്ങളും അതുപോലെ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടത്തിയിട്ടും പഞ്ചായത്ത് രംഗത്ത് ഒരു കാര്യങ്ങളുമില്ല. പഴയ റോഡ് നന്നാക്കണം എന്നുള്ള അഭിപ്രായമില്ല. പുതിയ റോഡ് ഉണ്ടാക്കുക, അതിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റും വാങ്ങി കൂട്ടുക എന്നുള്ളത് മാത്രമാണ് പഞ്ചായത്ത് മെമ്പറുടെ പിന്നെ പ്രവർത്തനം. സ്ട്രീറ്റ് ലൈറ്റ് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇപ്പോൾ കത്താനില്ല. അവരവരെ ബന്ധുക്കൾ പഞ്ചായത്തിലെ ആളുകൾ ബന്ധുക്കളുടെ സ്ഥലത്തേക്കെല്ലാം പുതിയ റോഡിൽ താറുകയും എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ട്. ഈ റോഡ് ഇങ്ങനെ അവഗണിച്ചിട്ട് 5 വർഷത്തോളമായി. 4 ലക്ഷം രൂപ ചെലവിട്ട് ജില്ലിയും കരിങ്കൽ പൊടിയും എത്തിച്ചാണ് ശ്രമദാനം നടത്തിയത്. വാഹനയാത്രയും കാൽനടയാത്രയും ദുരിതമായപ്പോഴാണ് BJP പ്രവർത്തകർ സ്വയം സന്നദ്ധരായി രംഗത്തിറങ്ങിയത്. ജില്ലിയും കരിങ്കൽ പൊടിയും ഇട്ട് കുഴികൾ നികത്തിയതോടെ യാത്ര സുഗമമായി. പ്രവർത്തനങ്ങൾക്ക് VV കമ്മാരൻ, പള്ളോട്ട് തമ്പാൻ, വിക്രമൻ, പുഷ്പൻ, ദേവി തുടങ്ങിയവർ നേതൃത്വമേകി. സനമായി പ്രധാന വാർത്തകൾ വീണ്ടും. അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ഭൂസംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. നിയന്ത്രണം വിട്ട ബസ് ഓട്ടോയിൽ ഇടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. അപകടം കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ. ഭൂരഹിതരുടെ അവകാശ സംരക്ഷണം കാസർഗോഡ് KSKTU മാർച്ച്. മകൾ ഉപേക്ഷിച്ചു പോയ വൃദ്ധമാതാവിനെ ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തു. മകൾക്കെതിരെ കേസ്. ആഘോഷ വിപണി ലക്ഷ്യമിട്ട് കരിഞ്ചന്ത വ്യാപകം. പരിശോധന ശക്തമാക്കാൻ നിർദ്ദേശം. മഞ്ചേശ്വരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഉച്ചഭക്ഷണത്തിനെതിരെ വ്യാപക പരാതി. അന്വേഷണം വേണമെന്ന് ആവശ്യം. കസ്തൂരിക്കിനി മലയാളം പഠിക്കാം. പാഠപുസ്തകവുമായി SFI പ്രവർത്തകർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.